നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് വരാൻ പോകുന്ന 2-3 ഘട്ടം LGS എക്സാം എഴുതുന്ന ആളുകളും അതുപോലെ തന്നെ 10th പ്രിലിംസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് PSC മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതും അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് എക്സാമുകളിൽ LDCയിലൊക്കെ ആയിട്ട് ചോദിച്ചതുമായിട്ടുള്ള സയൻസ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനിയും റിപ്പീറ്റ് ചെയ്യപ്പെട്ടേക്കാം. കാരണം കഴിഞ്ഞ LGS ക്വസ്റ്റ്യൻസിലൊക്കെ എന്ത് തന്നെയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണുള്ളത് അല്ലേ. PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചത് തന്നെയാണ്, കുറച്ച് തരം മാറ്റി ചോദിച്ചു എന്നൊക്കെ ഉള്ളൂ. അപ്പോൾ PYQ തന്നെയാണ് എന്ത് ചെയ്യുന്നത് PSC ചോദിച്ചത് സയൻസ് ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ നമ്മളിതിലൊരു ഏകദേശം 160ഓളം PYQ ചോദ്യങ്ങൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് 2024 ജൂലൈക്ക് ശേഷം നടന്ന എക്സാമുകളിലൊക്കെ ചോദിച്ച സയൻസ് ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഐക്യരാഷ്ട്രസഭ 2025 എന്ത് അന്താരാഷ്ട്ര വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? ഐക്യരാഷ്ട്രസഭ 2025 ഏത് അന്താരാഷ്ട്ര വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? ഏതാ? ഓപ്ഷൻ എ ആണ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ഇയർ അല്ലേ. 2025 എന്തായിട്ടാണ് പ്രഖ്യാപിച്ചത്? ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. അതുപോലെ ഇയർ ഓഫ് കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് 2025 തന്നെയാണ്. അതുപോലെ പിന്നെ പീസ് ആൻഡ് ട്രസ്റ്റ്, ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ് എന്ന് പറയുന്നതും ഏത് തന്നെയാണ്? 2025 തന്നെയാണ്. ഇതൊക്കെ നമുക്ക് UN-ന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓരോ വർഷം എന്തായിട്ടാണ് ആചരിച്ചത് നമുക്ക് കിട്ടും. അപ്പോൾ 2025 ഒത്തിരി വർഷമായിട്ട് അവർ ആചരിക്കുന്നുണ്ട്. ഒന്ന് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആണ്, 2 ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ഉണ്ട്, പിന്നെ പീസ് ആൻഡ് ട്രസ്റ്റ്. ഈ മൂന്നുമാണ് കാണാൻ കഴിയുന്നത് അവരുടെ സൈറ്റിൽ. ഇനി 2024 എടുത്തു കഴിഞ്ഞാൽ ഏത് വർഷമാണ്? 2024 എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒട്ടക വർഷം അല്ലെ. ക്യാമലിഡിസ് അല്ലെ, ഇന്റർനാഷണൽ ഇയർ ഓഫ് ഒട്ടക വർഷമായിട്ട് ആചരിച്ച വർഷമാണ് ഇത് 2024. അങ്ങനെയാണെങ്കിൽ 2023 UN എന്ത് വർഷമായിട്ട് ആചരിച്ചത്? മില്ലറ്റ് ഇയർ ആണ് അല്ലെ. മില്ലറ്റ് ഇയർ ആണ്, ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് ആയിട്ട് UN ആചരിച്ച വർഷമായിരുന്നു 2023. 2022 എന്തായിട്ട് ആചരിച്ചു? ഗ്ലാസ് വർഷമായിട്ട് ആചരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2022 ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലാസ്. അതുപോലെ സസ്റ്റൈനബിൾ മൗണ്ടെയിൻ ഡെവലപ്മെന്റ്, ഇതൊക്കെ 2022 ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം. 2022 എന്ത് വർഷമായിട്ട് ആചരിച്ചിട്ടുണ്ട്? സസ്റ്റൈനബിൾ മൗണ്ടെയിൻ ഡെവലപ്മെന്റ് ആയിട്ടും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലാസ് ആയിട്ടും ആചരിച്ചത് 2022 ആണ്. 2023 ചോദിച്ചാൽ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് ആണ്. 2024 ഒട്ടക വർഷമാണ്. 2025 ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ് ഉണ്ട്. അതുപോലെ ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ഉണ്ട്, ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. ഇനി 2026 എടുക്കുകയാണെങ്കിൽ അതിൽ 2-3 ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇന്റർനാഷണൽ ഇയർ ഓഫ് ദ വുമൺ ഫാർമർ കേട്ടോ. ഇതായിരിക്കും ഇനി മുതൽ ചോദിക്കാൻ പോകുന്നത്. 2026 എന്ത് വർഷമായിട്ടാണ് ആചരിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇന്റർനാഷണൽ ഇയർ ഓഫ് വുമൺ ഫാർമർ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഏത് സ്ഥാപനമാണ് 2024 സെപ്റ്റംബർ 15 പോലോറിസ് ഡോൺ ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയാക്കിയത്? 2024 സെപ്റ്റംബർ 15 പോലോറിസ് ഡോൺ എന്ന ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയാക്കിയത് ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് സ്പേസ് എക്സ് ആട്ടോ. ഓപ്ഷൻ എ ആണ് സ്പേസ് എക്സ് ആണ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പറിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇരുമ്പിന്റെ അയിര് ഏതാണ്? തന്നിരിക്കുന്നതിൽ ഇരുമ്പിന്റെ അയിര് ഏതാ? ഹെമറ്റൈറ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ഹെമറ്റൈറ്റ് ആണ്. ഇരുമ്പിന്റെ അയിരാണ് ഇത്, ഹെമറ്റൈറ്റ്. ഇരുമ്പിന്റെ അയിരുകൾ ഏതൊക്കെയാ? ഇരുമ്പിന്റെ അയിരുകൾ ഒന്ന് ഹെമറ്റൈറ്റ് അല്ലെ, പിന്നെ ഏതാ ഉള്ളത്? മാഗ്നറ്റൈറ്റ് ഉണ്ട്, ഹെമറ്റൈറ്റ് ഉണ്ട്, മാഗ്നറ്റൈറ്റ് ഉണ്ട്, സിഡറൈറ്റ് ഉണ്ട്, അതുപോലെ അയൺ പൈററ്റീസ്. ഇതൊക്കെ എന്തിന്റെ അയിരുകളാ? അയൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെ അയിരുകളാണ്. ഇതൊക്കെ ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, അയൺ പൈററ്റീസ്. ഇനി ഇതവിടെ വേറെ സാധനം ഇൽമനൈറ്റ് എന്തിന്റെ അയിര? ഇൽമനൈറ്റും അതേപോലെ തന്നെ റൂട്ട് ടൈലും എന്തിന്റെയാന്ന് ചോദിച്ചാൽ ടൈറ്റാനിയത്തിൻ്റെതാണ്. ടൈറ്റാനിയത്തിന്റെ അയിരുകളാണ് ഏതൊക്കെ? റൂട്ട് ടൈലും ഇൽമനൈറ്റും എന്തിൻ്റെതാ? ടൈറ്റാനിയത്തിന്റെ അയിരുകളാണ്. മോസ്റ്റ് റിപ്പീറ്റഡ് സാധനമാണ് ബോക്സൈറ്റ്. ഏതിൻ്റെതാ? ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ അല്ലെ. അലൂമിനിയത്തിന്റെ അയിരാണ് ഏത്? ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അലൂമിനിയത്തിന്റെ അയിര് ഏതാ? ബോക്സൈറ്റ് ആണ്. അതുപോലെ ക്രയോലൈറ്റ്
ക്രയോലൈറ്റ് എന്തിന്റെ അയിര? അലൂമിനിയത്തിന്റെ ആണ്. ക്രയോലൈറ്റും ബോക്സൈറ്റും എന്തിന്റെയാ? നമുക്ക് ഓർത്ത് നോക്കാം, ബോക്സിലാണ് നമ്മൾ ക്രയോൺസ് ഇട്ട് വെക്കുന്നത് അല്ലെ. ബോക്സിൽ എന്ത് ഇട്ട് വെക്കും? ക്രയോൺസ് ഇട്ട് വെക്കും. അപ്പോൾ ബോക്സൈറ്റും ക്രയോലൈറ്റും എന്തിന്റെയാ? അലൂമിനിയത്തിന്റെ ബോക്സിൽ അലൂമിനിയത്തിന്റെ അയിരുകളാണ് ഏതൊക്കെ? ബോക്സൈറ്റും ക്രയോലൈറ്റും. ഇനി ടിന്നിന്റെ ഉണ്ട് അല്ലെ. ടിന്നിന്റെ അയിര് ഏതാണെന്നറിയോ? കാസിറ്ററൈറ്റ് കേട്ടോ. കാസിറ്ററൈറ്റ് എന്തിന്റെയാ? കാസിറ്ററൈറ്റ്. ടിന്നിന്റെ അയിരാണ് ഇത്, കാസിറ്ററൈറ്റ്. അതുപോലെ ലെഡിന്റെ ചോദിക്കാറുണ്ട്. ഏതൊക്കെയാ? ഗലീന, സെറൂസൈറ്റ്, ലിത്താർജ്. ഗലീന, സെറൂസൈറ്റ്, ലിത്താർജ്. ഇതൊക്കെ എന്തിന്റെ അയിര? ലെഡിന്റെ അയിരുകളാണ് കേട്ടോ. ഓർത്ത് നോക്കണം, ലെഡിന്റെ അയിരുകൾ ഏതൊക്കെയാ? ഗലീന, സെറൂസൈറ്റ്, ലിത്താർജ്. അതുപോലെ ചോദിക്കുന്നതാണ് തോറിയം. തോറിയത്തിന്റെ അയിരാണ് ഏത്? മോണോസൈറ്റ് കേട്ടോ. മോണോസൈറ്റ്. തോറിയത്തിന്റെ അയിര് ഏതാ? മോണോസൈറ്റ്. അത് ചോദിക്കാറുള്ളതാ. പിന്നെ സ്വർണത്തിന്റെ ചിലപ്പോൾ ചോദിക്കാം, ബിസ്മത്ത് അറൈറ്റ്. സ്വർണത്തിന്റെ അയിര് ഏതാ? ബിസ്മത്ത് അറൈറ്റ് ആണ്. പിന്നെ വേറെ ഏതാ ചോദിക്കാൻ സാധ്യതയുള്ളത്? വനേഡിയം ചോദിക്കാം, പെട്രോനൈറ്റ്. വനേഡിയം ഏതാ? പെട്രോനൈറ്റ്. നിക്കലിന്റെ ചോദിച്ചാൽ ഏതാ? പെൻലാൻഡൈറ്റ്. നിക്കലിന്റെ അയിര് ഏതാ? പെൻലാൻഡൈറ്റ്. പിന്നെ കാൽസ്യത്തിന്റെ ചോദിക്കാം, ജിപ്സം, ഫ്ലൂർസ്പാർ, ഡോളമൈറ്റ്. ജിപ്സം, ഫ്ലൂർസ്പാർ, ഡോളമൈറ്റ്. ഇതൊക്കെ എന്തിന്റെ അയിര? കാൽസ്യത്തിന്റെ അയിരുകളാണ്. പിന്നെ ലിഥിയത്തിന്റെ ചിലപ്പോൾ ചോദിച്ചാൽ എഴുതി വെച്ചോ, പെറ്റാലൈറ്റ്. പെറ്റാലൈറ്റ്. പെറ്റാലൈറ്റ് എന്തിന്റെയാന്ന് വെച്ചാൽ ലിഥിയത്തിൻ്റെതാണ്. പിന്നെ അംബിബോൾ, റോക്ക് സാൾട്ട്, ചില്ലി സാൾട്ട് പീറ്റർ, ബൊറാക്സ്. ഇതൊക്കെ ഏതിന്റെയാ? സോഡിയത്തിന്റെ അയിരുകൾ കേട്ടോ. സോഡിയത്തിന്റെ അയിരുകൾ ഏതൊക്കെയാ? അംബിബോൾ, റോക്ക് സാൾട്ട്, ചില്ലി സാൾട്ട് പീറ്റർ, ബൊറാക്സ്. ഇതൊക്കെ എന്തിന്റെയാ? സോഡിയത്തിന്റെയാണ്. പിന്നെ മഗ്നീഷ്യം. മഗ്നീഷ്യത്തിന്റെ അയിരുകൾ ഏതൊക്കെയാ? മാഗ്നസൈറ്റ്, ഡോളമൈറ്റ്, കാൽസൈറ്റ്. മാഗ്നസൈറ്റ്, ഡോളമൈറ്റ്, കാൽസൈറ്റ്. ഇതൊക്കെ എന്തിന്റെ അയിര? മഗ്നീഷ്യത്തിന്റെ അയിരുകളാണ്. ഇനി ആറാമത്തെ ചോദ്യം, മഞ്ഞുകൂടിയ ആർട്ടിക് ധ്രുവപ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളുടെ കൂട്ടത്തിന് പേര് നൽകുന്നത് എന്താണ്? മഞ്ഞു മൂടിയ ആർട്ടിക് ധ്രുവപ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളുടെ കൂട്ടത്തിന് പേര് എന്താണ്? എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ഹെക്കിസ്റ്റോ തെർമുകളാണ്. ഓപ്ഷൻ ഡി ഹെക്കിസ്റ്റോ തെർമുകൾ. മഞ്ഞു മൂടിയ ആർട്ടിക് ധ്രുവപ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളുടെ കൂട്ടത്തിന് പറയുന്ന പേരാണെന്ത്? ഹെക്കിസ്റ്റോ തെർമുകൾ. ഇനി തന്നിരിക്കുന്നതിൽ ഒരു ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ്? ഒന്നാമത്തെ എന്താ? ഹെപ്പറ്റൈറ്റിസ്. എന്താ? ഹെപ്പറ്റൈറ്റിസ് വൈറസ് എന്നല്ലേ നമ്മൾ പഠിക്കുന്നല്ലേ. അപ്പൊ അത് തന്നെയാണ് ഏത്? പിന്നെ ബാക്ടീരിയ രോഗമല്ലാത്തത്. എലിപ്പനി എന്താ? എലിപ്പനി ബാക്ടീരിയ ആണ്. പനികളെല്ലാം വൈറസ് ആണെങ്കിലും എലിപ്പനി എന്താ? ബാക്ടീരിയ ആണ് അല്ലെ. ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറേജിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്ത് ചെയ്യുന്നത്? രോഗകാരി. എലിപ്പനിയുടെ രോഗകാരി ചോദിച്ചാൽ ഏതാ? ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറേജിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. അപ്പോൾ എലിപ്പനി ബാക്ടീരിയ ആണ്. രണ്ട്, ഡിഫ്തീരിയ എന്താ? കൊറേനി ബാക്ടീരിയം ഡിഫ്തീരിയ. കൊറേനി ബാക്ടീരിയം ഡിഫ്തീരിയ. അപ്പൊ അതും ബാക്ടീരിയ രോഗമാണ്. ക്ഷയം എന്താ? ക്ഷയം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് അല്ലെ. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയത്തിന്റെ രോഗകാരി ബാക്ടീരിയ ആണ്. അപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, ബാക്ടീരിയ രോഗങ്ങളാണ് ഏതൊക്കെ? കോളറ, ക്ഷയം, കുഷ്ഠം, ടെറ്റനസ്, ഡിഫ്തീരിയ, ടൈഫോയിഡ്, വില്ലൻ ചുമ, പ്ലേഗ്, എലിപ്പനി, ഗൊണേറിയ, സിഫിലിസ്, ആന്ത്രാക്സ്, തൊണ്ടകാറല്, ഭക്ഷ്യവിഷബാധ. ഇതൊക്കെ എന്താണ്? ബാക്ടീരിയ രോഗങ്ങളാണ്. ബാക്ടീരിയ രോഗങ്ങൾ ഒന്നുകൂടി പറയാം: കോളറ, ക്ഷയം, കുഷ്ഠം, ടെറ്റനസ്, ഡിഫ്തീരിയ, ടൈഫോയിഡ്, വില്ലൻ ചുമ, പ്ലേഗ്, എലിപ്പനി, ഗൊണേറിയ, സിഫിലിസ്, ആന്ത്രാക്സ്, തൊണ്ടകാറല്, ഭക്ഷ്യവിഷബാധ. ഇതൊക്കെ എന്താണ്? ബാക്ടീരിയ രോഗങ്ങളാണ്. വൈറസ് രോഗങ്ങൾ ഏതൊക്കെയായിരിക്കും? എയ്ഡ്സ് അല്ലെ. എയ്ഡ്സ് എന്താ? വൈറസ് ആണ്. ചിക്കൻ പോക്സ് വൈറസ് ആണ്. സ്മോൾ പോക്സ് വൈറസ് ആണ്. ജലദോഷം വൈറസ് ആണ്. മീസിൽസ് വൈറസ് ആണ്. ചിക്കുൻ ഗുനിയ വൈറസ് ആണ്. പോളിയോ മെലിറ്റസ് വൈറസ് ആണ്. പേവിഷബാധ വൈറസ് ആണ്. അരിമ്പാറ എന്താ? വൈറസ് ആണ്. ഡെങ്കിപ്പനി വൈറസ് ആണ്. സാഴ്സ് വൈറസ് ആണ്. പന്നിപ്പനി വൈറസ്, പക്ഷിപ്പനി വൈറസ്, മുണ്ടിനീര് വൈറസ് ആണ്. എബോള വൈറസ് ആണ്. നിപ്പ വൈറസ് അല്ലെ. എത്ര പ്രാവശ്യം ചോദിച്ചു നിപ്പ ഏതാണ്? നിപ്പ വൈറസ് ആണ്. വെസ്റ്റ് നൈൽ പനി എന്താ? വൈറസ് ആണ്. കുരങ്ങ് പനി KFD വൈറസ് അല്ലെ. കുരങ്ങ് പനിയുടെ വൈറസ് ചോദിച്ചാൽ ഏതാ? KFD വൈറസ്. COVID-19 ഏതാ? COVID-19 എന്ത് തന്നെയാണ്? വൈറസ് ആണ് അല്ലെ. സാഴ്സ് കൊറോണ വൈറസ് 2 ആണ് എന്തിൻ്റെത്? COVID-19 രോഗകാരി എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ഏതാണ്? ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ഏതാണ്?
ഏതാ? വിസരണമാണ്. ഓപ്ഷൻ ഡി ആണ്, വിസരണമാണ്. ആകാശത്തിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആരാ? അത് ലോർഡ് റെയ്ലി ആട്ടോ. ലോർഡ് റെയ്ലിയാണ്. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം വിസരണമാണ്. നീല നിറത്തിന് കാരണം എന്താണെന്നുള്ളത് വിശദീകരിച്ചത് ആരാന്ന് ചോദിച്ചാൽ ലോർഡ് റെയ്ലിയാണ്. അങ്ങനെയാണെങ്കിൽ കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാ? അത് CV രാമൻ ആട്ടോ. CV രാമനാണ്. ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം ചോദിച്ചാൽ ഏതാ? ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം ചോദിച്ചാൽ വയലറ്റ് കേട്ടോ. വയലറ്റ് നിറമാണ് ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം. ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ചോദിച്ചാൽ ഏതാ? അത് റെഡ് ആണ്, ചുവപ്പാണ്. എന്താ വിസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം എന്ത് ചെയ്യുക? അന്തരീക്ഷ വായുവിലെ പൊടി പടലങ്ങളിൽ തട്ടിയിട്ട് എന്താകുന്നുണ്ട്? ക്രമരഹിതവും ഭാഗികവുമായിട്ടുള്ള ഒരു പ്രതിപതനമാണ് ഏതെന്ന് പറയുന്നത്? വിസരണം എന്ന് പറയുന്നത്. വിസരണം ഏറ്റവും കൂടുതലുള്ള നിറം ചോദിച്ചാൽ വയലറ്റ് ആണ്, ഏറ്റവും കുറവ് ചോദിച്ചാൽ ചുവപ്പാണ്. ആകാശത്തിന്റെ നീലനിറത്തിന് കാരണം വിസരണമാണ്. അത് വിശദീകരിച്ചതാരാ? ലോർഡ് റെയ്ലിയാണ്. കടലിന്റെ നീലനിറത്തിന് കാരണം എന്താ? അത് വിശദീകരിച്ചതാരാ? അത് CV രാമനാണ്. ഇനി 9ാമത്തെ ചോദ്യം, കുടിവെള്ളത്തിൽ അനുവദനീയമായിട്ടുള്ള ക്ലോറിന്റെ പരമാവധി അളവ് എത്രയാ? 4 ppm അല്ലെ. ഓപ്ഷൻ ബി ആണ്, 4 ppm ആണ്. ഇനി 10ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന പരമാവധി വിസ്തീർണം ഡാഷ് കൃഷിക്ക് ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിൽ കൃഷി ചെയ്യുന്ന വിള ഏതാണ്? സ്വാഭാവികമായിട്ടും ഏതായിരിക്കും? അരിയാണ് അല്ലെ. ഓപ്ഷൻ എ ആണ്, അരിയാണ്. ഇന്ത്യയിൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന പരമാവധി വിസ്തീർണം ഡാഷ് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഏത് കൃഷിക്ക് വേണ്ടിയിട്ടാ? അരിക്ക് വേണ്ടിയിട്ടാണ്. ഇനി 11ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ വൈറ്റമിൻ H എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? തന്നിരിക്കുന്നതിൽ വൈറ്റമിൻ H എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? നമുക്ക് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തുണ്ട്? നമ്മുടെ വൈറ്റമിനുകളും അതുപോലെ അപര്യാപ്ത രോഗങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതായിരിക്കും? ഏതാ? ബയോട്ടിൻ. ഓപ്ഷൻ എ ആണ്, ബയോട്ടിൻ. വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതാ? ബയോട്ടിൻ അല്ലെ. ബയോട്ടിൻ ആണ് വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത്. അതുപോലെ B7 അല്ലെ. വൈറ്റമിൻ B7 ആണ് ഏത്? ബയോട്ടിന്. ഓർത്തു നോക്കുക, എത്ര ഉണ്ട്? വൈറ്റമിൻ എ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഏതാ? ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നത് B9 ആട്ടോ. B9 ആണ് ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. റൈബോഫ്ലോവിൻ എന്നറിയപ്പെടുന്നത് ഏതാ? റൈബോഫ്ലോവിൻ B2 അല്ലെ. B2 ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? റൈബോഫ്ലോവിൻ. തയാമിൻ എന്നറിയപ്പെടുന്നത് ഏതാ? തയാമിൻ എന്നറിയപ്പെടുന്നത് B1 ആണ് കേട്ടോ. B1 ആണ് തയാമിൻ എന്നറിയപ്പെടുന്നത്. ബയോട്ടിൻ എന്നറിയപ്പെടുന്നത് B7 ആണ്. B7 ബയോട്ടിൻ ആണ്. ഫോളിക് ആസിഡ് B3 അല്ലെ. B9 ആണ് ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. റൈബോഫ്ലോവിൻ എന്നറിയപ്പെടുന്നത് B2 ആണ്. B1 ആണ് തയാമിൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതാ? വൈറ്റമിൻ B7 ആണ്. അല്ലെങ്കിൽ വൈറ്റമിൻ H എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ? ബയോട്ടിൻ ആണ്. അതുപോലെ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാ? ഫ്രഷ് ഫുഡ് വൈറ്റമിൻ C ആട്ടോ. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ C ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ D ആണ് കേട്ടോ. സൺഷൈൻ വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ D ആണ്. ആന്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാ? D ആണ്. ആന്റി റിക്കറ്റിക് വൈറ്റമിൻ ഏതാ? D ആണ്. സ്റ്റിയറോയിഡ് ഏതാ? വൈറ്റമിൻ D. വൈറ്റമിൻ D. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാ? ബ്യൂട്ടി വൈറ്റമിൻ അത് E ആട്ടോ. വൈറ്റമിൻ E ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നും ഹോർമോൺ വൈറ്റമിൻ എന്നും അതുപോലെ ബ്യൂട്ടി വൈറ്റമിൻ ഇതൊക്കെ അറിയപ്പെടുന്ന ഏതാ? വൈറ്റമിൻ E ആട്ടോ. എന്തൊക്കെ അറിയപ്പെടുന്ന വൈറ്റമിൻ E? ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നുണ്ട്, ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നുണ്ട്, ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ഇത് മൂന്നും അറിയപ്പെടുന്ന ഏതാ? വൈറ്റമിൻ E ആണ്. ഇനി കൊയാഗുലേഷൻ ഏതാ? വൈറ്റമിൻ K ആണ്. കൊയാഗുലേഷൻ എന്നറിയപ്പെടുന്നത്. ഇനി ആന്റി പെലഗ്രാ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാ? B3 ആട്ടോ. B3 ആണ് ആന്റി പെലഗ്രാ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ വൈറ്റമിൻ എ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? രാസനാമം എന്താ? വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ അല്ലെ. വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. B1 നമ്മൾ പറഞ്ഞു തയാമിൻ ആണ്. B2 റൈബോഫ്ലോവിൻ, B3 നിയാസിൻ ആണ് അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് ആണ്. B5 എന്താ? പാൻഡോതെനിക് ആസിഡ്. B6 പിരിഡോക്സിൻ. എന്താ? പിരിഡോക്സിൻ. B7 ബയോട്ടിൻ ആണ്. B7 എന്താ? ബയോട്ടിൻ. B9 എന്താ? ഫോളിക് ആസിഡ്. B12 എന്താ? B12
B12 സയനോകൊബാലമിൻ. B12 സയനോകൊബാലമിൻ. വൈറ്റമിൻ സി ആണ് അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സി എന്താ? അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ ഡിയോ കാൽസിഫെറോൾ. വൈറ്റമിൻ ഡി കാൽസിഫെറോൾ. വൈറ്റമിൻ ഇ ആണെങ്കിലോ ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്നത് ഏതാ? വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ കെ ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫില്ലോക്കിനോൺ. എന്താ? ഫില്ലോക്കിനോൺ. ഇനി 12ാം താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ചിട്ട് വിള ഏതാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്ന സൂചന വായിച്ചിട്ട് വിള ഏതാണെന്ന് കണ്ടെത്തുക. ഒന്ന്, ഇന്ത്യയിലെ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള. ഇതൊരു റാബി വിളയാണ്. ഇന്ത്യയിലെ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഏതാ? ഗോതമ്പാണ് അല്ലെ? ഓപ്ഷൻ സി ആണ്, ഗോതമ്പാണ്. ഇനി 13ാമത്തെ ചോദ്യം, പ്രാണികളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? പ്രാണികളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ്, എൻറ്റമോളജി കേട്ടോ. എൻറ്റമോളജി ആണ്. ഇതൊന്നും സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. ഇതൊക്കെ PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയുള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ലേ. എൻറ്റമോളജി. ഇനി 14ാമത്തെ ചോദ്യം, ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സർക്കാർ നടത്തുന്ന പദ്ധതി ഏതാ? ഭിന്നശേഷിക്കാർക്കായിട്ട് സർക്കാർ നടത്തുന്ന പദ്ധതി ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ്, പരിരക്ഷ. 15ാമത്തെ ചോദ്യം, കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ജീവിതശൈലി രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ പുറത്തിറക്കിയ ആൻഡ്രോയിഡ് ആപ്പിന്റെ പേര് എന്താണ്? ഓപ്ഷൻ എ ആണ്, ശൈലി ആപ്പ് ആട്ടോ. ഓപ്ഷൻ എ, ശൈലി ആപ്പ്. 16ാമത്തെ ചോദ്യം, സൗരയൂഥത്തിലെ ഗ്രീൻ പ്ലാനറ്റ് പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഏതാ? പച്ചഗ്രഹം, ഉരുളുന്ന ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ? യുറാനസ് ആണ്. 17 തൊണ്ടയിൽ കാണപ്പെടുന്ന ആദാമിന്റെ ആപ്പിളിന്റെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, ലാറിങ്സ് ആണ്. 18ാമത്തെ ചോദ്യം, 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് ആരാ? ജെന്നി എർപെൻബെക്ക് അല്ലെ? ഓപ്ഷൻ ബി ആണ്, ജെന്നി എർപെൻബെക്ക്. 19ാമത്തെ ചോദ്യം, ലീഷ്മാനിയാസിസിനുള്ള വെക്ടർ ഓർഗാനിസം ഏതാണ്? ലീഷ്മാനിയാസിസിനുള്ള വെക്ടർ ഓർഗാനിസം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ്, സാൻഡ് ഫ്ലൈറ്റോ. സാൻഡ് ഫ്ലൈ ആണ്. 20ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ബാക്ടീരിയകൾ സമന്വയിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാ? മനുഷ്യ ശരീരത്തിൽ ബാക്ടീരിയകൾ സമന്വയിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്, വൈറ്റമിൻ കെ ആണ്. 21ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? തന്നിരിക്കുന്നതിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ചോദിച്ചാൽ ഏതാ? വൈറ്റമിൻ ഡി ആണ്. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, വൈറ്റമിൻ ഡി ആണ്. 22ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഏത് കാർഷിക വിളയിൽപ്പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ? വെള്ളായണി ഹ്രസ്വ ഏത് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടതെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ്, കിഴങ്ങ് വർഗവുമായി ബന്ധപ്പെട്ട വിളയാണ് ഇത്, വെള്ളായണി ഹ്രസ്വ. ഇനി വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കാനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏതാണ്? ഓപ്ഷൻ സി ആണ്, നാഷണൽ പാർക്കുകൾ അല്ലെ? നാഷണൽ പാർക്കുകളാണ്. 24ാമത്തെ ചോദ്യം, വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്, ഡയേറിയ അല്ലെ? ഓപ്ഷൻ സി, ഡയേറിയ. 25ാമത്തെ ചോദ്യം, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഏതാ? ഓപ്ഷൻ ബി ആണ്, ഈ കോളി ബാക്ടീരിയ. 26ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ ക്രിസ്റ്റലാകൃതിയിലല്ലാത്ത കാർബണിന്റെ രൂപാന്തരം ഏതാണ്? തന്നിരിക്കുന്നതിൽ ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കൽക്കരി ആട്ടോ. ഓപ്ഷൻ ഡി, കൽക്കരിയാണ്. ഇനി 27ാമത്തെ ചോദ്യം, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ്? ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. 28ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏതാണ്? തന്നിരിക്കുന്നതിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. അതുപോലെ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ പഠിച്ചു. അപ്പോൾ തന്നിരിക്കുന്നതിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏതാ? ചിക്കൻ പോക്സ് വൈറസ് ആണ്. ചിക്കൻ പോക്സ് വൈറസ് ആണ്. TB, ക്ഷയം, കോളറ അതൊക്കെ നമ്മൾ പഠിച്ചു? ബാക്ടീരിയ രോഗങ്ങളാണ് പഠിച്ചതാണ്. 29ാമത്തെ ചോദ്യം, ജീവകം B1 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമേതാണ്? ഇതെന്തായാലും നോക്കിയാൽ നമ്മൾ ആകെ ഒരു 30 ക്വസ്റ്റ്യൻ ആകുമ്പോഴേക്കും വൈറ്റമിനുമായി ബന്ധപ്പെട്ട് എത്ര ക്വസ്റ്റ്യനാണ് വന്നേക്കുന്നത് നോക്കിയാൽ മസ്റ്റായിട്ടും 1-2 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വൈറ്റമിനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം B1 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? B1 അപര്യാപ്ത രോഗമാണ്. ഓപ്ഷൻ എ ആണ്, പെർനീഷ്യസ് അനീമിയ കേട്ടോ. പെർനീഷ്യസ് അനീമിയ ആണ്. പെർനീഷ്യസ് അനീമിയ. സോറി, B1 അല്ല, B12 അല്ലേ? B12 ആയിരിക്കും കേട്ടോ. B12 ആണ്.
B12 കേട്ടോ. B12 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? പെർനീഷ്യസ് അനീമിയ. B1 അപര്യാപ്തത രോഗം ബെറിബറി അല്ലേ? ബെറിബറി കേട്ടോ. ബെറിബറിയാണ് B1 അപര്യാപ്തത രോഗം. അത് നമുക്ക് പഠിക്കാം. അതായത് ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്തതയും സീറോഫ്താൽമിയും കേട്ടോ. വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്തതയും സീറോഫ്താൽമിയും. B1 അപര്യാപ്തത രോഗം ചോദിച്ചാൽ ബെറിബറി. B1 ബെറിബറി. B3 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. B3 അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം പെല്ലഗ്ര. B9 ആണെങ്കിൽ വിളർച്ച, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B9 ആണെങ്കിൽ വിളർച്ച, അതുപോലെ മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B12 ആണെങ്കിൽ ഏതാ? പെർനീഷ്യസ് അനീമിയ. B12 ആണെങ്കിൽ പെർനീഷ്യസ് അനീമിയ. വൈറ്റമിൻ സിയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. വൈറ്റമിൻ സിയുടെ അപര്യാപ്ത രോഗമാണ് ഇത് സ്കർവി. വൈറ്റമിൻ ഡി ആണെങ്കിലോ കണയാട്ടോ. കണയാണ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇനി വൈറ്റമിൻ ഇയുടെ അപര്യാപ്ത രോഗം ഏതാ? വന്ധ്യത. വൈറ്റമിൻ ഇയുടെ അപര്യാപ്ത രോഗമാണ് വന്ധ്യത. വൈറ്റമിൻ കെയുടെ അപര്യാപ്ത രോഗം ചോദിച്ചാൽ ഏതാ? രക്തസ്രവം കേട്ടോ. രക്തസ്രവം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ കെയുടെ അപര്യാപ്ത രോഗമാണ്. അപ്പോൾ ഇവിടെ B1 അല്ല, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. B12 അപര്യാപ്ത മൂലമുണ്ടാകുന്ന രോഗമാണ് ഇത് പെർനീഷ്യസ് അനീമിയ. B9 ആണെങ്കിൽ ഏതാ? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഇനി 30ാമത്തെ ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ്? സാംക്രമിക രോഗങ്ങൾ ജീവിതശൈലി ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രധാന കാരണം എന്ന് പറയുമ്പോൾ എന്താ? അനാരോഗ്യകരമായ ഭക്ഷണശീലം അല്ലെ? ജീവിതശൈലി രോഗത്തിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് എന്ത്? അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ എന്ന് പറയുന്നത്. ഇനി മാംസത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? തന്നിരിക്കുന്നതിൽ മാംസത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ് ക്വാഷിയോർക്കർ അല്ലെ? ക്വാഷിയോർക്കർ. 32 വില്ലൻ ചുമക്ക് കാരണമാകുന്ന രോഗകാരി ഏതാ? വില്ലൻ ചുമക്ക് കാരണമാകുന്ന രോഗകാരി. വില്ലൻ ചുമക്ക് കാരണമാകുന്ന രോഗകാരി ചോദിച്ചാൽ അതാ പെർട്ടൂസിസ് അല്ലെ? ബോർഡേറ്റല്ല പെർട്ടൂസിസ്. പെർട്ടൂസിസ് ആണ്. പെർട്ടൂസിസ് ആണ് എന്ത്? ഓപ്ഷൻ എ ആണ് ബോർഡേറ്റല്ല പെർട്ടൂസിസ്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാ? കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി അത് വിബ്രിയോ കോളറ കേട്ടോ. വിബ്രിയോ കോളറ. ക്ഷയത്തിനാണെങ്കിൽ ഏതാ? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ക്ഷയത്തിന്. കുഷ്ഠമേതാ? മൈക്കോബാക്ടീരിയം ലെപ്രെ. ടെറ്റനസ് ആണെങ്കിൽ ഏതാ? ക്ലോസ്ട്രിഡിയം ടെറ്റനി. ടെറ്റനസിനാണെങ്കിൽ ഏതാ? ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഡിഫ്തീരിയ ആണെങ്കിൽ ഏതാ? കൊറേനി ബാക്ടീരിയം ഡിഫ്തീരിയ. ടൈഫോയിഡ് ആണെങ്കിലോ? സാൽമോണല്ല ടൈഫി. വില്ലൻ ചുമ നമ്മൾ പറഞ്ഞു ഏതാ? ബോർഡേറ്റല്ല പെർട്ടൂസിസ്. പ്ലേഗ് ആണെങ്കിൽ ഏതാ? പ്ലേഗ് യെർസീനിയ പെസ്റ്റിസ് കേട്ടോ. പ്ലേഗ് ആണെങ്കിൽ ഏതാ? യെർസീനിയ പെസ്റ്റിസ്. ഇനി 33 ചിക്കൻ ബോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏതാണ്? ചിക്കൻ ബോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിന് ഏതാ? ഓപ്ഷൻ ബി അല്ലെ? വേരിസെല്ല വാക്സിൻ അല്ലേ? ഓപ്ഷൻ ബി ആണ് വേരിസെല്ല വാക്സിൻ ആണ്. 34 ആന്റിബയോട്ടിക്കിന്റെ അമിത ഉപയോഗം തടയാനായിട്ട് കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ ഡി ആണ് ഓപ്പറേഷൻ അമൃത്. 35 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗമാണ് ഓപ്ഷൻ എ ആണ് ഹൃദ്രോഗമാണ്. 36 കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056. കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് 1056. ഇനി 37ാമത്തെ ചോദ്യം, സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേര് എന്താ? ഓപ്ഷൻ എ ആണ് സ്നേഹസാന്ത്വനമാണ്. ഓപ്ഷൻ എ സ്നേഹസാന്ത്വനം. 38 വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാ? ഓപ്ഷൻ എ ആണ് ഈസിനോഫിൽ. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണുവാണ് ഇത് ഈസിനോഫിൽ. ഈസി ആയിട്ട് വീങ്ങും എന്ന് ഓർത്ത് നോക്കുക. ഈസി ആയിട്ട് വീങ്ങും.
39 വൃക്കയിൽ പ്രവർത്തിച്ചിട്ട് ശരീരത്തിന്റെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോണ് ഏതാ? ഓപ്ഷൻ ഡി ആണ് ആൽഡോസ്റ്റിറോള്. വൃക്കയിൽ പ്രവർത്തിച്ചിട്ട് ശരീരത്തിന്റെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും വേണ്ടിയിട്ടും സഹായിക്കുന്ന ഹോർമോണാണ് ഇത് ആൽഡോസ്റ്റിറോള്. 40ാമത്തെ ചോദ്യം, ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കാനും ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമായിട്ടും പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ് സെറിബ്രമാണ്. 41ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ബാക്ടീരിയ രോഗകാരി അല്ലാത്തതേതാണ്? ബാക്ടീരിയ രോഗകാരി അല്ലാത്തതേതാ? ഓപ്ഷൻ സി ആണ് എബോള വൈറസ് ആണ്. എബോള വൈറസ് ആണ്. 42 എർത്ത് റൈസ് പകർത്തിയ 2024 അന്തരിച്ച അപ്പോളോ 8 ചാന്ദ്ര ദൗത്യ സംഘത്തിലെ അംഗം ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് വില്യം ആൻഡേഴ്സ് കേട്ടോ. വില്യം ആൻഡേഴ്സ്. 43 ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പ് എന്ന ഉപകരണം പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഏതാ? ഓപ്ഷൻ എ ആണ് പൂർണ്ണാന്തര പ്രതിപതനമാണ്. 44ാമത്തെ ചോദ്യം, എക്സ്റേ ഉദ്യമനത്തെയും തമോഗർത്തങ്ങളെയും കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ സി ആണ് എക്സ്പോസാറ്റ്. അല്ലെ, ഓപ്ഷൻ സി എക്സ്പോസാറ്റ്. 45 മിന്നൽ എന്ന ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ്? മിന്നൽ എടുക്കുന്നത് ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ്? ഏതാ? ഓപ്ഷൻ സി ആണ് പ്ലാസ്മ അവസ്ഥയിലാണ്. 46 ഏത് കണങ്ങളെ കുറിച്ചുള്ള പഠനത്തിനാണ് 2023 രസതന്ത്ര ശാഖയിൽ നൊബേൽ പ്രൈസ് ലഭിച്ചത്? ഏത് കണങ്ങളെ കുറിച്ചുള്ള പഠനത്തിനാണ് 2023 രസതന്ത്ര ശാഖയിൽ നൊബേൽ പ്രൈസ് ലഭിച്ചത്? ഓപ്ഷൻ എ ആണ് ക്വാണ്ടം ഡോട്ട്സ് ആണ് കേട്ടോ. ക്വാണ്ടം ഡോട്ട്സ്. ഇനി ഇതൊരു SCRT ക്വസ്റ്റ്യൻ ആണ്. മുറ, നീലരവി, ബദാവരി എന്നീ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ താഴെ പറയുന്നവയിൽ ഏതിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് എരുമയുടെ ഇനങ്ങളാണ് മുറ, നീലരവി, ബദാവരി. 48 ജലത്തിൽ കലർന്ന് കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നതിനായിട്ട് ആലം ചേർക്കുന്ന പ്രക്രിയ ഏതാ? ഓപ്ഷൻ എ ആണ് കൊയാഗുലേഷൻ. അല്ലെ, ഓപ്ഷൻ എ കൊയാഗുലേഷൻ. പ്രക്രിയ അറിയപ്പെടുന്ന ഇതുവല്ല കൊയാഗുലേഷൻ എന്നാണ്. 49 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കായിരുന്നു? ഓപ്ഷൻ സി ആണ് കാറ്റലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാൻ. ഓപ്ഷൻ സി കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. 50ാമത്തെ ചോദ്യം, ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല ഇവയെല്ലാം എന്തിന്റെ ഉദാഹരണമാണ്? ഏതാ? നാഷണൽ പാർക്കുകൾ. കേരളത്തിലെ നാഷണൽ പാർക്കുകളാണ് ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. 51 ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ബലത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ നമ്മൾ ന്യൂട്ടൺ എഴുതണം. ഓപ്ഷൻ സി ന്യൂട്ടൺ ആണ്. 52 കാഥോഡ് രശ്മികളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ കാഥോഡ് രശ്മികളുടെ സവിശേഷത അല്ലാത്തത് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്നുള്ളത് അതിന്റെ ഒരു സവിശേഷതയല്ല. 53 ക്യാൻസർ ചികിത്സക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാ? ഓപ്ഷൻ ഡി ആണ് കൊബാൾട്ട് 16. 54 ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിര? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതാ? അയിരുകളും ധാതുക്കളും മസ്റ്റാണ് LGSനും അതുപോലെ 10th പ്രിലിംസിനും. ഏതാ? ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിര? അലൂമിനിയത്തിന്റെ. അല്ല, ഓപ്ഷൻ സി ആണ് അലൂമിനിയത്തിന്റെ ആണ്. അതുപോലെ 55ാമത്തെ ചോദ്യം, 3 തവണ ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രികയുടെ പേര് എന്താണ്? ഓപ്ഷൻ ഡി സുനിത വില്യംസ്. അല്ലെ, സുനിത വില്യംസ്. 56 പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ഡാഷ്. പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്ന് പിടിക്കാൻ സാധ്യതയുള്ള രോഗം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് എലിപ്പനിയാണ്. 57 മലമ്പനിക്ക് കാരണമായ രോഗവാഹകരേതാണ്? മലമ്പനിക്ക് കാരണമായിട്ടുള്ള രോഗവാഹകർ ആരാന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് അനോഫിലസ് പെൺകൊതുകുകളാണ്. 58 തന്നിരിക്കുന്നതിൽ പകർച്ചവ്യാധികൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ പകർച്ചവ്യാധികൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാ? ക്യാൻസർ പകർച്ചവ്യാധിയല്ല, ഡയബറ്റിക്സ് പകർച്ചവ്യാധിയല്ല, ഹൈപ്പർ ടെൻഷൻ പകർച്ചവ്യാധിയല്ല. അപ്പം മുകളിൽ പറഞ്ഞവയൊന്നും പകർച്ചവ്യാധിയല്ല.
59 എന്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര? എന്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര? ഏതാ? നിയാസിനാണ്. B3 ആണ്. നിയാസിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. 60ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഏതാണ് ആരോഗ്യ സൂചകമല്ലാത്തത്? തന്നിരിക്കുന്നതിൽ ഏതാണ് ആരോഗ്യ സൂചകം അല്ലാത്തത്? ഏതാ? ഓപ്ഷൻ എ ആണ്. വിവാഹ സൂചകങ്ങൾ എന്നുള്ളത് എന്തല്ല? ആരോഗ്യ സൂചകമല്ല. അപ്പോൾ പഠിച്ചു നോക്കുക. ആരോഗ്യ സൂചകങ്ങൾ ഹെൽത്ത് കെയർ ഡെലിവറി സൂചകങ്ങൾ, ആരോഗ്യ നയ സൂചകങ്ങൾ, മോർബിഡിറ്റി സൂചകങ്ങൾ. ഇനി 61ാമത്തെ ചോദ്യം, പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? പ്രായപൂർത്തിയായ ഒരു മനുഷ്യരിലെ ആകെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയായിരിക്കും? ഓപ്ഷൻ ഡി ആണല്ലേ, 206 അസ്ഥികളാണ് ഉണ്ടാകുന്നത്. കുട്ടികളിലാണെങ്കിൽ 300, മുതിർന്നവരാണെങ്കിൽ 206. താഴെ പറയുന്നതിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ അല്ലാത്തത് ഏതാണ്? 2 വിധത്തിലേ പഠിക്കാനുണ്ട് അല്ലേ? കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ അല്ലാത്തതാണ് ചോദിച്ചത്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ അല്ലാത്തത്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായത് ഏതാ? ADEK എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്, ബിയും സിയും എന്ന് പറയുന്നത് വേറെ ഗ്രൂപ്പാണ്. അപ്പം ഇതിൽ സി ആണ് അല്ലേ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ അല്ലാത്തത് സി ആണ്. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് ADEK. ജലത്തിൽ ലയിക്കുന്നതാണെങ്കിൽ ഏതാ? ബിയും സിയുമാണ്. ഓർത്തു നോക്കുക, ADEK കൊഴുപ്പിലാണ്, ബിയും സിയും ജലത്തിലാണ്. 63 ഫൈലേറിയാസിന്റെ കാരണക്കാരനായ ജീവി ഏതാണ്? ഫൈലേറിയാസിന്റെ രോഗത്തിന് കാരണക്കാരനായ ജീവി ഏതാ? ഓപ്ഷൻ എ ആണ് ബുച്ചേറിയ ബാൻക്രേഫ്റ്റി. ഓപ്ഷൻ എ ആണ് ബുച്ചേറ്റിയ ബാൻക്രേഫ്റ്റി. 64ാമത്തെ ചോദ്യം, കൊറോണറി ഹൃദ്രോഗം തടയുന്നതിന് ശുപാർശ ചെയ്യുന്ന ഭക്ഷണക്രമത്തിൽ താഴെ പറയുന്നവയിൽ ശരി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉപ്പിന്റെ അളവ് പ്രതിദിനം 10 ഗ്രാമായിട്ട് കുറക്കുക എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ശരിയായത് പഠിച്ചു വെക്കുക. മൊത്തം ഊർജ്ജ ഉപഭോഗത്തിന്റെ 10% താഴെയുള്ള പൂരിത കൊഴുപ്പിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തുക. സങ്കീർണമായ കാർബോഹൈഡ്രേറ്റ് ഉപയോഗത്തിന്റെ വർധനവ് മൊത്തം കഴിക്കുന്നതിന്റെ 20 മുതൽ 30% കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുന്നു. ഇതൊക്കെ എന്താണ്? ഹൃദ്രോഗം തടയാനുള്ള ശുപാർശകളിൽ ഉൾപ്പെട്ടതാണ്. 65ാമത്തെ ചോദ്യം, 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ തീം എന്താണ്? 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ തീം എന്താ? മൈ ഹെൽത്ത് മൈ റൈറ്റ്. ഓപ്ഷൻ സി ആണ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 66 നിപ്പ അസുഖം ഉണ്ടാക്കുന്ന രോഗാണെന്ന് പറഞ്ഞു. ഏതാ? നിപ്പ വൈറസ്. 67 മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ഏതാ? ഓപ്ഷൻ സി ആണ്. പെരികാർഡിയം. 68ാമത്തെ ചോദ്യം, മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ്? ഓപ്ഷൻ ബി താലോലം. 68 ഹരിതഗൃഹ വാതകത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ഹരിതഗൃഹ വാതകത്തിന് ഉദാഹരണം അല്ലാത്തത് ഓപ്ഷൻ സി ഓക്സിജൻ ആണ്. അപ്പം ഹരിതഗൃഹ വാതകത്തിന് ഉദാഹരണമാണ് മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്. ഇനി DNA-യിലെ നൈട്രോജനസിസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? DNA-യിലെ നൈട്രോജനസിസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് യുറാസിന്. 71 നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിന്റെ അഭാവമാണ്? നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിന്റെ അഭാവമാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്. വൈറ്റമിൻ എ ആണ്. നിശാന്തത കാരണം വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ. 72 ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ് ഏതാ? ഓപ്ഷൻ സി ആണ് ഡെസിബൽ. 73 ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ് ത്രോംബോസൈറ്റ്. ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടുന്നതാണ് ലിംഫോസൈറ്റ്, ന്യൂട്രോഫിൽ, മോണോസൈറ്റ്. ഇനി 74 തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്നൊക്കെ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ് ലാക്റ്റിക് ആസിഡ് അല്ലെ. ഓപ്ഷൻ ബി ആണ്. മാറിപ്പോന്നു. ഓപ്ഷൻ ബി ആണ് ലാക്റ്റിക് ആസിഡ് കേട്ടോ. ഓപ്ഷൻ ബി ലാക്റ്റിക് ആസിഡ്. 75ാമത്തെ ചോദ്യം, ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനത്തിന് കാരണം ഡാഷ് ആണ്? ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനത്തിന് കാരണം ചോദിച്ചാൽ എന്താ? ഓപ്ഷൻ ഡി എ മാത്രം ശരി. അതായത് അഭികേന്ദ്ര ബലമാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനത്തിന് കാരണം അഭികേന്ദ്ര ബലമാണ്. 76ാമത്തെ തന്നിരിക്കുന്ന
താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളിൽ അലോഹങ്ങളെ തിരിച്ചറിയുക. തന്നിരിക്കുന്നതിൽ അലോഹങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഏതൊക്കെയാ? ഓപ്ഷൻ എ ആണ് കാർബണും നൈട്രജൻ അല്ലെ. ഓപ്ഷൻ എ കാർബൺ നൈട്രജൻ. 77 ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോകോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ക്യോട്ടോ പ്രോട്ടോകോള്. 78 കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏതാണ്? കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ദൃഷ്ടിപടലമാണ്. 79 ജമുന പ്യാരി, സൂർത്തി, മലബാറി എന്നിവ ഏത് വളർത്തുമൃഗത്തിന്റെ വിവിധ ഇനങ്ങളാണ്? ഓപ്ഷൻ ബി ആണ് ആടാട്ടോ. ഓപ്ഷൻ ബി ആടാണ്. 80ാമത്തെ ചോദ്യം കുരങ്ങ് പനി അതായത് KFD എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗമാണ് KFD വൈറസ്. KFD വൈറസ് കുരങ്ങ് പനി KFD വൈറസ് ആണ്. 81 WWFന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? WWFന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഓപ്ഷൻ ഡി ആണ് സ്വിറ്റ്സർലാൻഡിലാണ്. 82 വൈറ്റമിൻ B12ന്റെ കുറവ് മൂലമുണ്ടാകുന്ന B1ന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വൈറ്റമിൻ B1ന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ബെറിബെറി ആണ്. 83 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ് സൗദി അറേബ്യ. 84 ഒരു ഉപകരണത്തിന്റെ പവർ 690 വാട്ടാണ്. 690 വാട്ടാണ്. അതിന് 230 വോൾട്ട്, അതിന് 230 വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എത്രയായിരിക്കും? 690/230 എത്ര വരും? 3 ആംപിയർ വരും അല്ലെ. എത്ര വരും? 3 ആംപിയർ വരും. 85ാമത്തെ കാറ് കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാറ് ഉയർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഏത് നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? പാസ്കൽ നിയമം അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. 86ാമത്തെ ചോദ്യം ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനക്കാണ് 2023 ഭൗതിക ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്? നൊബേൽ സമ്മാനം മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം എല്ലാവരും. 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത് ഏതിനു വേണ്ടിയിട്ടാ? ഓപ്ഷൻ എ ആണ് ഇലക്ട്രോൺ ഡൈനാമിക്സ്. 87ാമത്തെ ചോദ്യം സാന്ദ്രീകരിച്ച ലോഹ അയിരിനെ വായുവിന്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് സാന്നിധ്യത്തിൽ നമ്മൾ റോസ്റ്റ് ചെയ്യും. സാന്നിധ്യത്തിലാണ് റോസ്റ്റിംഗ്, അസാന്നിധ്യത്തിലാണെങ്കിൽ കാൽസിനേഷൻ. 88 ഒഗനസോൺ എന്നത് എന്താണ്? ഒഗനസോൺ ഒരു കൃത്രിമ മൂലകമാണ് ഒഗനസോൺ എന്ന് പറയുന്നത്. 89 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അതായത് എന്ത് കണ്ടുപിടുത്തത്തിനാണ് 2023 രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം കൊടുത്തത്? ഏതിലെ കണ്ടുപിടുത്തത്തിനായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ക്വാണ്ടം ഡോട്ട്സ് അല്ലെ. ക്വാണ്ടം ഡോട്ട്സ്. ഇനി 90ാമത്തെ ചോദ്യം ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണ് ഉപഗ്രഹം? ഓപ്ഷൻ സി ആണ് ഇൻസാറ്റ് 3DS. 91ാമത്തെ ചോദ്യം ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമാകുന്ന രോഗാണു ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ വൈറസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ഓപ്ഷൻ സി ആണ് 2 മാത്രം, വൈറസ് മാത്രം. ഇനി 92ാമത്തെ ചോദ്യം ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ നിന്ന് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീവകം എയുടെ അപര്യാപ്ത രോഗമാണ് നിശാന്തത, ശരിയാണ്. B1ന്റെ അപര്യാപ്ത രോഗം അനീമിയ അല്ല, ഏതാ? ബെറിബെറിയാണ്. അപ്പോൾ തെറ്റാണ്. ജീവകം B9 നമ്മൾ പഠിച്ചതാണ്. ഏതായിരുന്നു? മെഗലോബ്ലാസ്റ്റിക് അനീമിയ അല്ലെ. ജീവകം B9ന്റെ അപര്യാപ്ത രോഗമായിരുന്നു ഇത് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ജീവകം ഡിയുടെ അപര്യാപ്ത രോഗമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. അപ്പോൾ ശരിയായിട്ടുള്ള ഏതൊക്കെയുള്ളൂ? 1ഉം 4ഉം മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ. ഓപ്ഷൻ ഡി ആണ് 1ഉം 4ഉം മാത്രം. 93ാമത്തെ ചോദ്യം പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തത് ശ്വാസകോശ ക്യാൻസർ പുകവലി മൂലം സംഭവിക്കുന്നതാണ്. ബ്രോങ്കൈറ്റിസ് എന്തുമായിട്ടാ? അതായത് ബ്രോങ്കൈറ്റിസ് പുകവലി മൂലം ഉണ്ടാകുന്ന രോഗമാണ്. എംഫിസിമ പുകവലി മൂലം ഉണ്ടാകുന്നതാണ്. ഉയർന്ന രക്തസമ്മർദ്ദം പുകവലി മൂലം ഉണ്ടാകുന്നതല്ല. 4ാമത്തെ തെറ്റാട്ടോ. ഓപ്ഷൻ എ ആണ് 4 മാത്രം.
ഇനി 94-ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുത്തുന്ന ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഏതൊക്കെയാ? എലിപ്പനി ഡിഫ്തീരിയ ബാക്ടീരിയ ആണ്. ക്ഷയം എയ്ഡ്സ്, ക്ഷയം ബാക്ടീരിയ ആണ്, പക്ഷേ എയ്ഡ്സ് എന്തല്ല ബാക്ടീരിയ അല്ല. വട്ടച്ചൊറി മലമ്പനി തെറ്റാണ്. ഡെങ്കിപ്പനി ചിക്കൻ കുനിയൊക്കെ അല്ല, തെറ്റല്ലേ, വൈറസ് ആണ്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, ഒന്ന് മാത്രം അല്ലേ. അങ്ങനെ ഓപ്ഷൻ ഏത്? ഓപ്ഷൻ ഡി ആണ്, ഒന്ന് മാത്രം. 95 ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? എവിടെയാ? ഓപ്ഷൻ ബി ആണ് 2, അതായത് IIT ബോംബെ ആട്ടോ. ഓപ്ഷൻ ബി IIT ബോംബെ ആണ്. 96 ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഈ സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്കായിട്ട് ആചരിക്കുന്നത് എങ്ങനെയാ? ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ് ആട്ടോ. ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ്. ഓപ്ഷൻ സി ആണ്, ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ്. 97 ഭൂകമ്പ തരംഗങ്ങളെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദ തരംഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ഇൻഫ്രാസോണിക് അല്ല, ഓപ്ഷൻ ബി ഇൻഫ്രാസോണിക്. 98-ാമത്തെ ചോദ്യം, കാർബൺ ഡൈ ഓക്സൈഡ് ഏത് രാസവസ്തുവിൽ നിന്നാണ് പരിണമിക്കുന്നത്? കാർബൺ, ഇത് PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 99 കോവിഡിനെതിരായിട്ട് mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നൊബേൽ നേടിയ വ്യക്തി ആരാണ്? കാറ്റലിൻ കാരിക്കോ അല്ലെ. 2023 വൈദ്യശാസ്ത്ര നൊബേൽ നേടിയതാര? കാറ്റലിൻ കാരിക്കോയാണ്. അതിൽ ഡ്രൂ വെയ്സ്മാൻ അല്ലെ, അവർ രണ്ടുപേർക്കല്ലേ കിട്ടിയത്. 100-ാമത്തെ ചോദ്യം, നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായിട്ട് കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ്? ഓപ്ഷൻ ഡി ശലഭം ആട്ടോ. ഓപ്ഷൻ ഡി ശലഭം, നവജാത ശിശുക്കൾക്ക് ശലഭം. 101 കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഹൃദയാഘാതം. 102-ാമത്തെ ചോദ്യം, മന്ദരോഗം ഉണ്ടാകുന്ന രോഗാണു ഏതാ? മന്ദരോഗം ഉണ്ടാക്കുന്ന രോഗാണുവാണ്. ഓപ്ഷൻ എ ഫൈലേറിയൻ വിര. 103 താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന അവർന്നും വായിക്കുന്നതിൽ ചെറുത് മാത്രം വായിക്കാം. വൈറ്റമിൻ B3 അപര്യാപ്ത രോഗമാണ് പെല്ലഗ്ര. 104 എൻസൈമുകളില്ലാത്ത ദഹനരസം ഏതാണ്? എൻസൈമുകളില്ലാത്ത ദഹനരസമാണ്. ഓപ്ഷൻ ഡി പിത്തരസം. 105-ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ ദൂരത്തിന്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ ദൂരത്തിന്റെ യൂണിറ്റുകൾ ഏതൊക്കെയാ? 1 മീറ്റർ ദൂരത്തിന്റെ യൂണിറ്റ് ആണ്. പ്രകാശവർഷം ദൂരത്തിൻ്റെയാണ്. ക്യാൻഡിൽ എന്തല്ല, ദൂരത്തിന്റെ യൂണിറ്റ് അല്ല. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്. ഇത് ക്യാൻസലായ ക്വസ്റ്റ്യൻ ആണ്. 107-ാമത്തെ ചോദ്യം, കേവല പൂജ്യ ഊഷ്മാവ് ഏതാണ്? കേവല പൂജ്യം ഊഷ്മാവ് ഏതാ? ഓപ്ഷൻ ബി ആണ്, -273 ഡിഗ്രി സെൽഷ്യസ്. 108 മഴവില്ലുണ്ടാകുന്നതിന് കാരണം എന്താണ്? പ്രകാശത്തിന്റെ പ്രകീർണനമാണ് മഴവില്ല് ഉണ്ടാകാൻ കാരണം. 109-ാമത്തെ ചോദ്യം, എസ് ബ്ലോക്ക് പി ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻ സി ആണ്, പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. 110-ാമത്തെ ചോദ്യം, ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്തുണ്ടാകുന്ന വാതകം ഏതാണ്? ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്തുണ്ടാകുന്ന വാതകം ചോദിച്ചാൽ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, ഹൈഡ്രജൻ ആണ്. 111 പുതുതായിട്ട് കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരത്വം ഏതാണ്? പുതുതായിട്ട് കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരത്വം ഓപ്ഷൻ എ ആണ്, കാർബൺ നാനോബെഡുകളാണ്. 112 ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഓപ്ഷൻ ബി ആണ്, മൗങ്കി ജി ബവേൻഡി, ലൂയിസ് ബ്രോസ്, അതുപോലെ അലക്സി ഇക്കിമോവ്. 113 നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആർദ്രത എന്നറിയപ്പെടും. ഓപ്ഷൻ സി ആണ്, ആർദ്രത. 114 താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കാനായിട്ട് പ്രതിമാസം ധനസഹായം നൽകുന്നത്? ഓപ്ഷൻ ബി ആണ്, ജനനി ജന്മരക്ഷ. 115 മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാ? ഓപ്ഷൻ സി ആണ്, മോണോസൈറ്റും ന്യൂട്രോഫില്ലും.
116 സ്ഥൂല ധാതുക്കൾ ഏതൊക്കെയാണ്? സ്ഥൂല ധാതുക്കൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? സ്ഥൂല ധാതുക്കൾ ഓപ്ഷൻ സി ആണ് കാൽസ്യം, പൊട്ടാസ്യം ക്ലോറൈഡ്, അതുപോലെ സോഡിയം. ഓപ്ഷൻ സി ആണ് കാൽസ്യം, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം. ഇനി 117 DDT പോലെ കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച റേച്ചൽ കേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതായിരുന്നു? നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് ആണ്. 118 ലോ ഓഫ് ഇനേഴ്ഷ്യ അതായത് ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ചലന നിയമം ഓപ്ഷൻ ബി ആണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ്. 119 തന്നിരിക്കുന്നതിൽ തൊഴിൽജന്യ രോഗം അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ തൊഴിൽജന്യ രോഗം അല്ലാത്ത ഓപ്ഷൻ ആണ് സോറിയാസിസ്. 120 ചോദ്യം മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയല്, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീര തുലന നില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? ഒന്നും നോക്കാനില്ല, ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നു എന്ന് കണ്ടാൽ തന്നെ നമ്മൾ ആൻസറിൽ എത്തണം. പാർക്കിൻസൺസ്. 121 പ്രകാശരശ്മി ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസമാണ് ഏതെന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ് വിസരണമാണ്. 122 ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാണ്? ഏറ്റവും കാഠിന്യമുള്ള ലോഹം ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് ക്രോമിയമാണ്. 123 ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം ചോദിച്ചാൽ പാസ്കൽ നിയമമാണ് അല്ലെ? ഓപ്ഷൻ ഡി പാസ്കൽ നിയമം. 124 ഇതെന്തായാലും പഠിച്ചു വെക്കണം നിങ്ങൾ, വൺ വേർഡ് ആയിട്ട് PSCക്ക് ചോദിക്കാം. ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ തന്നിരിക്കുന്നു, അതിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. അതായത് ഇതൊരു A കോളമാണ്, ഇത് B കോളമാണ്. അപ്പോൾ A കോളത്തിന് അനുയോജ്യമായത് B കോളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാം. ഹെൻറി മോസ്ലി എങ്ങനെയായിരുന്നു ആവർത്തന പട്ടിക നിർമ്മിച്ചത്? ഒന്നാമത്തത് ഹെൻറി മോസ്ലി ആണ്. അപ്പം ഓപ്ഷൻ സി, അതായത് അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ. മെൻഡലീഫ് എങ്ങനെയായിരുന്നു? അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ. അപ്പം രണ്ടാമത്തെ ആള് A ആണ്. മൂന്നാമത്തെ ആള് ന്യൂലാൻഡ് അഷ്ടക നിയമമാണ്. ഡൊബറൈനർ ആണ് ത്രികങ്ങൾ എന്ന് പറയുന്നത്. നാലാമത്തെ ആൾക്ക് ബിയും കൊടുക്കാം. അപ്പം നമ്മുടെ ആൻസർ 1C 2A 3D 4B. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? 1C 2A 3D 4B. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ? ശരിയല്ലേ? ഇനി 125 ചോദ്യം കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോണ് ഏതാണ്? ഓപ്ഷൻ സി ആണ് മെലാട്ടോണിൻ. 126 ചോദ്യം തന്നിരിക്കുന്നതിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏതാന്ന് പഠിച്ചു നോക്കാം. ഓപ്ഷൻ സി ആണ് പാല്, മുട്ട എന്നിവയിൽ കാണുന്നു എന്നുള്ളത് തെറ്റാണ്. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിലൊക്കെ കാണപ്പെടുന്ന ജീവകമാണ് ഇത്? ജീവകം സി. അപ്പം ജീവകം സിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് പഠിച്ചു നോക്കുക. രോഗപ്രതിരോധ ശേഷി, മോണയുടെ ആരോഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്നുണ്ട്. ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നുണ്ട്. യുവത്വം നിലനിർത്തുന്നുണ്ട്. ഇനി 127 ചോദ്യം വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ അതുപോലെ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറുള്ള കാരണം എന്താണ്? വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലും അതുപോലെ ഡ്രൈവറായിട്ട്, പൈലറ്റായിട്ട് തുടങ്ങിയ ജോലികൾക്ക് തിരഞ്ഞെടുക്കാറില്ല. അതിൻ്റെ കാരണം എന്താണ്? അതിന് കാരണം? ഓപ്ഷൻ സി ആണ് കോൺ കോശങ്ങളുടെ തകരാറ് മൂലം പച്ച, ചുവപ്പ് എന്നീ നിറങ്ങൾ വേർതിരിച്ച് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ്. 128 ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന, അതായത് ജീവിതശൈലി രോഗമാണ് ഇതിലെ ടൈപ്പ് 2 എന്ന് പറയുന്ന ജീവിതശൈലി രോഗമല്ലേ. അപ്പോൾ ജീവിതശൈലി രോഗം അനുയോജ്യമല്ലാത്ത പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നുണ്ട്. ശരിയാണ്. ആഹാര നിയന്ത്രണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്നുകൾ വഴിയും രോഗാവസ്ഥ നിയന്ത്രിക്കാം. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. 3 പ്രസ്താവനകളും ശരിയാണ്. പക്ഷേ ഇതിൻ്റെ ആൻസർ വരിക മുകളിൽ പറഞ്ഞ പ്രസ്താവനകളെല്ലാം തെറ്റാണ് എന്നതെന്താണ്? അത് തെറ്റാണ്. ഇതിൽ ഈ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഈ ഒരു പ്രസ്താവനയാണ് തെറ്റല്ലേ. മുകളിൽ പറഞ്ഞ പ്രസ്താവന ശരിയാണ്, പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്നത് മുകളിൽ പറഞ്ഞ പ്രസ്താവനയെല്ലാം തെറ്റാണ്. അതാണ് ഇതിൽ അനുയോജ്യമല്ലാത്തത്. 129 ചോദ്യം കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണ്? ആരായിരുന്നു COVID-19 വാക്സിൻ, അതായത് കോവിഷീൽഡ് നിർമ്മിച്ച കമ്പനി ഏതായിരുന്നു?
ഓപ്ഷൻ ബി ആണ് ആസ്ട്രാസെനക്ക അല്ലെ, ആസ്ട്രാസെനക്കയാണ്. 130ാമത്തെ ചോദ്യം, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയായിരിക്കും? ഓപ്ഷൻ എ ആണ് 20 സെന്റിമീറ്റർ അല്ലെ, 4/2 f/2. 131ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജം ഏതാ? ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജം ചോദിച്ചാൽ ഏത്? ഓപ്ഷൻ ബി ആണ് സ്ഥിതികോർജ്ജം. 132ാമത്തെ ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? ഓപ്ഷൻ ഡി ആണ് പോളോപോണി. ഓപ്ഷൻ ഡി പോളോപോണി. 133ാമത്തെ ചോദ്യം, ഒരു ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഡാഷ് അടിസ്ഥാനമാക്കിയാണ്? എന്തോരം ക്വസ്റ്റ്യൻസ് ആണ് നോക്കി പാസ്കൽ നിയമവുമായി ബന്ധപ്പെട്ട് ചോദിച്ചേക്കുന്നത്. ഒരു ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം എന്തടിസ്ഥാനമാക്കിയിട്ടാ? പാസ്കൽ നിയമം അടിസ്ഥാനമാക്കിയിട്ടാണ്. 134, ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ചോദിച്ചാൽ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. 135, ഗൺമെറ്റലിൽ അടങ്ങിയ ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഗൺമെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഓപ്ഷൻ സി ആണ് കോപ്പർ, ടിന്ന്, സിങ്ക്. 136, ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH മൂല്യം ചോദിച്ചു. എത്രയായിരുന്നു? ഓപ്ഷൻ ഡി ആണ് 5. 137, ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ഏതാണ്? ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഓപ്ഷൻ ബി ആണ് ടേബിൾ സാൾട്ട്. 138, ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാനപ്പെട്ട മൂലകം ഓപ്ഷൻ എ ആണ് ലിഥിയം. 139, താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് പഠിക്കുക. ഓപ്ഷൻ സി ആണ് അറ്റോമിക നമ്പർ മാസ് നമ്പർ എന്നീ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. തെറ്റാണ്. സെയിം ആണ്. അറ്റോമിക നമ്പറും മാസ് നമ്പറും സെയിം ആണ് ഇതിന് ഹൈഡ്രജന്. ബാക്കിയും കൂടി ശരിയുള്ള പഠിച്ചു വെക്കുക. ഡ്രൈസെൽ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലോറിൻ. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ ഏതാ? സിങ്ക്. സിങ്കിന്റെ അയിരാണ് കലാമിൻ. സിങ്കിന്റെ അയിരാണ് ഏത്? കലാമിൻ. 141ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് അമോണിയ. 142ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ച സ്ഥലം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ച സ്ഥലം ചോദിച്ചാൽ ഏത്? ഓപ്ഷൻ സി ആണ് ബംഗളൂരു. 143, ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് കാൾ ലിനേഴ്സ്. 144, ജേക്കബ്സൺ ഓർഗൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ജേക്കബ്സൺ ഓർഗൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് ഗന്ധമാണ്. 145, ഗാമ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? ഗാമ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ചോദിച്ചു. ഏതാ? വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ ആണ്. 146, ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ക്ഷയരോഗ ചികിത്സാ സംവിധാനം ചോദിച്ചു. ഏതാ? ഓപ്ഷൻ എ ആണ് ഡോട്ട്സ് ആട്ട്. ഓപ്ഷൻ എ ഡോട്ട്സ് ആണ്. 147, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ ധമനി ഏതാ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയാണ് അയോട്ട. 148, ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? ഓപ്ഷൻ എ ആണ് ഈഡിസ് ഈജിപ്തി. 149, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ജനീവയിലാണ്. ജനീവ എവിടെയാ? സ്വിറ്റ്സർലാൻഡിൽ. 150, താഴെ പറയുന്നതിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത്. ഓപ്ഷൻ സി ശരീര താപനില നിയന്ത്രിക്കുന്നത് തെറ്റാണ്. അപ്പം ദഹനവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ ആണ് ഏതൊക്കെ? ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുന്നു, പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു, ശരീരത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. താഴെ പറഞ്ഞവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ സി ഓസ്റ്റിയോപൈറോസിസ്. 152, ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായിട്ട് കണക്കാക്കുന്നത്? ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പായിട്ട് കണക്കാക്കുന്നത്? ഓപ്ഷൻ സി ആണ് അപൂരിത കൊഴുപ്പാണ്. 153, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകൾ. 154, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി കാണപ്പെടുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി കാണപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ചെവിയിലാണ്, സ്റ്റേപ്പിസ്.
ഇനി തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളൊന്ന്, വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത, ശരിയാണ്. അതുപോലെ ബെറിബറി എന്ന രോഗം ഉണ്ടാകുന്നത് ബിയുടെ അഭാവമാണ്. 1ഉം 4ഉം മാത്രമേ ഇതിൽ ശരിയുള്ളൂ കേട്ടോ, ശരിയായത് മാത്രം പറയാം. 156 ഒരു ആഹാര ശൃംഖലയിൽ ഒന്നാമത്തെ ട്രോപിക തലത്തിൽ ജീവികൾ എപ്പോഴും ഉൽപാദകരായിരിക്കും. 157 തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ, 1 താപത്തിന്റെ SI യൂണിറ്റ് ജൂൾ ആണ്, താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്. 1ഉം 4ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. 158 തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാ? ബലം പാസ്കൽ എന്നുള്ളത് തെറ്റാണ്, ബലം ന്യൂട്ടൺ ആണ്. അപ്പം പ്രവൃത്തി ജൂളാണ്, ഊർജം ജൂളാണ്, പവർ വാട്ടാണ്. 159 അലൂമിനിയത്തിന്റെ ഒരു ധാതുവാണ് ക്രയോലൈറ്റ് അല്ലെ. ക്രയോൺസ് ഏതിലിട്ട് വെക്കുന്നത്? ബോക്സിലിട്ട് വെക്കും അല്ലെ. ബോക്സൈറ്റും ക്രയോലൈറ്റും അലൂമിനിയത്തിന്റെ ആണ്. 160 തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏതാ? ഓപ്ഷൻ സി ആണ്, ബേക്കലൈറ്റ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് പോളിത്തീന്, PVC, നൈലോണ്. അപ്പോൾ 160 ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക. PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഇനിയും റിപ്പീറ്റ് ചെയ്തേക്കാം.